हाँ हाय कह रहे हो वीडियो देखा अच्छा है अपना वीडियो देखा अच्छा वीडियो റോസ് ഐലൻഡിലും ചെടിയാത്താപ്പൂലെ 2 ബീച്ചിലും സെല്ലുലാർ ജയിലുമാണ് ഇന്ന് പോയത്. അതാണ് ഈ വീഡിയോയിൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ആൻഡമാനിലെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നമ്മൾ നീൽ ഐലൻഡിലാണ്. ഇന്നലെ നമ്മൾ നീൽ ഐലൻഡ് മൊത്തം കവർ ചെയ്തു. ഇനി നമ്മൾ നേരെ പോർട്ട് ബ്ലെയറിലോട്ടാണ് പോകുന്നത്. അവിടെ 1-2 ബീച്ചുകളും പിന്നെ സെല്ലുലാർ ജയിലിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് പോർട്ട് ബ്ലെയറിലായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് റോയൽ താഴെയാടാ, റോയൽ ബോളിലിരിക്കട്ടെ. നമ്മൾ ഈ നോട്ടിക്കകളിലാണ് പോകുന്നത്. നോട്ടിക്ക റോയൽ ടിക്കറ്റാണ് കേട്ടോ. ഫുൾ റോയൽ സെറ്റപ്പ് ആണ്. R4 റോയൽ. 1800 രൂപയാണ് നീൽ ഐലൻഡിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് പോകുന്നത്. പോർട്ട് ബ്ലെയറിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് റോസ് ഐലൻഡിലേക്കാണ്. 470 രൂപ കൊടുത്ത് നമ്മൾ അടുത്ത റോസ് ഐലൻഡിലോട്ട് പോവുകയാണ്. അവിടെ പോയാൽ മാനെ കാണാം. അതുകൊണ്ടാണ് ഈ ആൻഡമാനിന് ആ ഒരു പേര് വന്നത് തന്നെ ഇവിടെ മാനുള്ളത് കൊണ്ടാണ് അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ റോസ് ഐലൻഡ് എന്നല്ല ഈ ഐലൻഡിൻ്റെ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ്. അതായത് NSC. മാനേ എൻ്റെ മാനേ. ഇറച്ചി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതെന്ത് കുത്താൻ വരുന്ന നമ്മളെ? ഇത് കഴിയുന്നതോടുകൂടി എല്ലാവരും അവരവരുടെ മാതൃ ഡിപ്പാർട്ട്മെന്റിലേക്ക് സസ്പെൻഷനോടുകൂടി ഉറപ്പായിട്ടും. സുഭാഷ് ചന്ദ്രബോസ് കുളിച്ച് താമസിച്ച സ്ഥലമാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ. സുഭാഷേ, ഇത് കണ്ട ഒരു ലോഡ് മാൻ. രക്ഷയില്ല, പൊളി. വാ വാ, ഇതിനകത്ത് ഇറങ്ങാം. വാ, എല്ലാം കൂടെ കുത്തി മലത്തും. അപ്പോൾ നമ്മൾ ആൻഡമാനിന് പേര് വന്ന മാനിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹായ്, അവിടെ ഇടൂ. ഓ അടിപൊളി, ഇത് കൊള്ളാം, രസമുണ്ട്. കൊമ്പില്ലാത്ത മാൻ, കൊമ്പുള്ള മാൻ, കലമാൻ, പുള്ളിമാൻ. പശുക്കളെ കണക്കാണ് ഇവിടെ മാൻ. കേരളത്തിലെ പശുക്കൾ. സെറ്റ് സാധനം, പൊളി സാധനം. ഹായ്. നമുക്കേ ഞാനും വരാം. സിംഗിൾ പീസാ. ഒരു കുത്തി 470 രൂപ കൊടുത്തിട്ട് കുത്ത് മേടിക്കാൻ ഇത് സ്വാഭാവികമല്ലോ. കുത്തി മലത്തോ? നല്ല കുത്ത് കിട്ടിയ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, കണ്ടില്ലായിരുന്നു. മൈര വന്ന് കുത്തി ഫ്രൈ ചെയ്തപ്പോൾ ബാർബറൊക്കെ ചെയ്യും. മൈര ഇല്ല, ഇത് ആളെണ്ണം കൂടുതലാ. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഈ ആടനെ കുത്തി മാൻ ആ മയിര് മാൻ എന്നെ കുത്തി. എന്റെ നടുവിട്ട് കുത്തിയ മാൻ. ഈ മാനെ നമ്മൾ നാട്ടിലായിരുന്നെങ്കിൽ മറ്റേ മാൻ എന്ന് പറഞ്ഞേനെ. എന്തോ പഴയ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. വാട്ടർ ഡിസ്റ്റിലിംഗ് പ്ലാന്റ്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ, എന്തൊക്കെയോ സാധനങ്ങൾ. ഇവിടെ മുള്ളി കഴിഞ്ഞാൽ ശരിയാവില്ല. കറക്റ്റ് സ്ഥലം. പൊളി പൊളി.
ചാട് ചാട്, ഓട്ടൊക്കെ കഴിഞ്ഞു വാ. ഓ വാ വാ വാ. സൂക്ഷിച്ചു സ്ലിപ്പാവേ. ഒരെണ്ണോ ഉണ്ടോ? അകത്തൊക്കെ എന്തൊക്കെയാ സെറ്റപ്പുകൾ കാണുന്നുണ്ടോ? കണ്ട് ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങുകൾ, കൊട്ടാരം തോന്നുന്നു സെറ്റപ്പ്. ഇതെന്താ ക്ലബ്ബ്? ഹായ് മയില് മയില്. അത് എനിക്ക് കിട്ടിയില്ല കറക്റ്റ് ടൈം. ഞാൻ 100 കാണോളം തോന്നുന്നു. ഒരു അടിപൊളി ചർച്ച്. അടിപൊളി ചർച്ച്. വീഡിയോ എടുക്കാം. പൊളി. പൊളി. കുരിശ് പോണേ, വീടല്ലേ? കുറച്ച്. ഓ മാൻ ഓടുന്നുണ്ടോ? ഇതിപ്പോഴായിരുന്നു ആ ക്യാമറയുടെ ആവശ്യം. ഇത് ഫോണ് പിടിച്ചിങ്ങനെ. പൊളി, അടിപൊളി. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ബീച്ചിൽ പോകാനുള്ളത് അല്ലേ? പൊളി. അറിഞ്ഞൂടാ, കടലല്ലേ, കടൽ തീരത്തോടെ നടന്നു പോവാം. പൊളി, അടിപൊളി. ആടി വരും തെന്നലേ തെന്നലേ. തിരിച്ചു വിടുന്ന എങ്ങനെ കയറുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഒന്നും ആരുമില്ല. നമ്മൾ അവിടെ ഉള്ളൊരു ചർച്ചിന്റെ ബാക്കിൽ കൂടെ ഉള്ള വഴി കൂടെ ഇങ്ങനെ അങ്ങ് പോയതാണ്, നേരെ കടലെത്തി. പക്ഷെ ഇനി തിരിച്ച് പോകാൻ വഴിയുണ്ടോ, നടക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇല്ലെങ്കിൽ തിരിച്ച് ഈ വഴി തന്നെ മോളിൽ കൂടെ കയറി പോണം. നമ്മൾ മാത്രം ഒരു ബീച്ചിൽ, ഹിഡൻ ബീച്ച്. അടിപൊളി അടിപൊളി, സെറ്റ് സെറ്റ്. ഡാടാ അത് വെള്ളം നനയ്ക്കല്ലേ സാധനം.
അടിപൊളിയാട്ടോ, സെറ്റ് ബീച്ച്. ആരുമില്ല, ഒരു ശല്യമില്ല, സമാധാനം. കപ്പിൾസിന് വരാം, ജെൻസിന് വരാം, ആർക്കും ഇവിടെ വരാം. സോറി ഗൈസ്, ഈ ബീച്ചിലേക്ക് വരാൻ വേറെ വഴിയുണ്ടായിരുന്നു. നമ്മൾ ഇതൊന്നും അറിയാതെ കുന്നും മലയും താണ്ടി വന്നതാണ്. ആഹാ, സെറ്റ്. ഇവിടെ ഒരു സെമിത്തേരി ഉണ്ട്, ഇപ്പുറ സൈഡിലൊരു കുളം ഉണ്ട്. ഓ, അവിടെ ഒരാൾ നിൽക്കുന്ന ഫീൽ ഉണ്ടല്ലേ. ഞാൻ ആരുടെതാ നോക്കിയ ഇല്ല. സെമിത്തേരിയുടെ തൊട്ടടുത്തല്ലേ കഴിക്കാൻ. താഴെ ഇതിൽ കൂടെ നടന്ന് താഴെ ഇറങ്ങാം. അത്ര നമുക്ക് താഴെ ഇറങ്ങാം. അല്ല, ഇവിടുത്തെ മാനുകളുടെ അമ്മച്ചിയാണ്, മെയിൻ അമ്മച്ചിയാണ് ഇവര്. ഇവരെ കുറെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മച്ചി പോയോ? ആ അമ്മച്ചി എന്തൊക്കെയാ ഇപ്പൊ എടുത്തോണ്ട് വരും മാനിന് കൊടുക്കാൻ. അതാ വരുന്നത് ബ്രെഡൊക്കെയാണ് അമ്മച്ചി കൊടുക്കുന്നത് കേട്ടോ മാനിന്. അമ്മച്ചി പൊളിയാ. ഒരു വീഡിയോ ഒരു നമുക്ക് ഹായ് वीडियो देखा अच्छा है आपका वीडियो देखा अच्छा वीडियो आपका चिल्ड्रन अभी एक only one mother for this 500 റോസ് ഐലൻഡിൽ നിന്ന് നമ്മൾ നേരെ ചിടിയാത്താപ്പൂലോട്ടാണ് വന്നത്. 9323 ചിടിയാത്താപ്പൂലുള്ള മുണ്ടാ പഹഡ്, അതാണ് നമ്മുടെ ഇന്നത്തെ. ഇത് കാടിൻ്റെ അകത്താണ്. ഒരു 10-30 കിലോമീറ്റർ നമ്മൾ ആൻഡമാനിൽ നിന്ന് പോർട്ട് ബ്ലെയറിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നാലാണ് ഇവിടെ എത്തുന്നത്. കാടിന് നടുവിൽ വളരെ സുന്ദരമായൊരു ബീച്ചാണിത്. ഒരുപാട് മരങ്ങൾ സൈഡിൽ നിൽപ്പുണ്ട്. അതുതന്നെയാണ് ഈ ബീച്ചിൻ്റെ ഭംഗിയും. ഇതാണ് ചിടിയാപ്പേട്ടിലെ ബീച്ച്. കാടിന് നടുവിൽ ചിടിയാത്താപ്പു, അതിനകത്തുള്ള മുണ്ടാ പഹഡ്. ഇവിടെ 4:30 ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് വരാൻ ശ്രമിക്കുക. ചിടിയാത്താപ്പു ബീച്ച്. ആൻഡമാനിൽ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് കരിക്ക്. 50 രൂപ എവിടെ കിട്ടാനും വാങ്ങിച്ചോണം. 50 രൂപയ്ക്ക് എല്ലായിടത്തും 50 രൂപ. പക്ഷേ മുതുക്ക് കരിക്കായിരിക്കും ഇവിടുത്തെ മുതുക്ക് കരിക്ക്. പക്ഷേ ബാക്കി എലിഫന്റിലും ബാക്കി എല്ലായിടത്തും നോർമൽ. നമ്മുടെ പയ്യൻ വാള് വെക്കാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ ഈ ബീച്ച് അടിപൊളി ബീച്ചാണ്. പക്ഷേ ഇവിടെ നീന്താനൊന്നും പറ്റത്തില്ല. സ്വിമ്മിങ് നോട്ട് അലൗഡ് ആണ്. കാടിൻ്റെ അകത്തുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ജസ്റ്റ് വന്ന് കാണുക. നല്ല ഭംഗിയുണ്ട്. കുറേ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത ബീച്ച് കാണാം. അടുത്ത ഇതാണ് ചിടിയാത്താപ്പു സൺസെറ്റ് ബീച്ച്. ഇവിടെ നിന്നാൽ സൺസെറ്റ് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു.
കൊള്ളാം. നമ്മുടെ ഇൻസ്റ്റാ 360 വെള്ളത്തിൽ വീണു. അതിനുശേഷം വെള്ളത്തിൽ വീണതല്ല, വെള്ളത്തിലിട്ടു. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ വർക്കാവുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാം നല്ല ഭംഗിയാണ്, അടിപൊളി. നിങ്ങൾ ചിടിയാത്താപ്പ് വരികയാണെങ്കിൽ ആദ്യം മുണ്ടാ പഹഡ് ബീച്ചിൽ പോവുക. കാരണം 4:30 മണിക്ക് ആ ബീച്ച് ക്ലോസ് ചെയ്യും. 4:30 മണിക്ക് മുമ്പ് അവിടെ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ സൺസെറ്റ് ബീച്ചിലോട്ട് വരിക. സൺസെറ്റ് ബീച്ച് 5:30 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്. ആൻഡമാനിൽ സൺസെറ്റ് ഏകദേശം 5:30 മണി ടൈമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൂര്യാസ്തമയം ഇവിടെ കാണാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ അറിയാമെന്നുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണ്. നമുക്ക് പിന്നെ ഫോട്ടോ ഒന്നും അങ്ങനെ എടുക്കാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി കണ്ടോ, എന്ത് രസമാണ്. ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. Wow. Nice. ചിടിയാത്താപ്പ് നിന്ന് തിരിച്ച് സെല്ലുലാർ ജയിലിൽ വന്നു. 6:50 നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. നമ്മൾ ഇംഗ്ലീഷിലുള്ള ഷോയാണ് ചൂസ് ചെയ്തത്. 300 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ സെല്ലുലാർ ജയിലിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ പോവുകയാണ്. അപ്പോൾ 6:50 ഷോ. 1 മണിക്കൂറാണ് ടൈമെന്ന് തോന്നുന്നു. 40 മിനിറ്റ് അതിന് മുമ്പ് തീരുമായിരിക്കും. നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 40 മിനിറ്റ് ഉണ്ടായിരുന്നു. സെറ്റപ്പ് ഒക്കെ അടിപൊളി കേട്ടോ. കഥ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുമെന്നാണ് അഭിജിത്ത് പറയുന്നത്. സ്വാതന്ത്ര്യ സമരം ഒന്നും മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് മനസ്സിലായി. ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലോഡ് അല്ല. അതുകൊണ്ടാണ് വേറെ ഒന്നും എടുക്കാത്തത്. ഇത് കഴിഞ്ഞതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഇനിയുണ്ടോ അടുത്ത ഷോ? 5:50 6:50 ഒരെണ്ണം കൂടെ ഉണ്ടോ? 300 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഭയങ്കര ചാർജാണ്. 3 ഷോ കണ്ടുണ്ട്, ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ എന്തൊക്കെയാണ്. ഭയങ്കര പക്ഷെ 300 രൂപയ്ക്കൊന്നും ഇല്ല. പക്ഷെ നല്ല തിരക്കാണ്. ഇവിടെ അനുവൽ വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ചിക്കൻ ഹക്ക നൂഡിൽസ്, ഇത് എഗ് നൂഡിൽസ്, ഇത് മിക്സഡ് ഫ്രൈഡ് റൈസ്. ഇവിടെ നല്ല ഫുഡാണ്. ഇപ്പോൾ കഴിക്കുന്നവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റും. നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് ഒക്കെ 200 രൂപയുള്ളൂ. ബാക്കി പൊതുവേ 400 രൂപ വരെ കണ്ട സ്ഥലങ്ങളുണ്ട്. നോർമൽ ഹോട്ടലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഇതാണ്. ഇത് പോർട്ട് ബ്ലെയറിലാണ്, ടൗണിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. റൂമിലെ സെറ്റപ്പ് ഉണ്ടോ? അടിപൊളി. ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് അടിപൊളിയാക്കി AC ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളി സർവീസ് കേട്ടോ ഫുൾ. ഇത് ആൽപ്സ് വ്യൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. നമ്മളിന്ന് റോസ് ഐലൻഡും ചിടിയാത്താപ്പും സെല്ലുലാർ ജയിലുമാണ് പോയത്. റോസ് ഐലൻഡിൽ 470 രൂപയാണ് ബോട്ടിൻ്റെ ചാർജ്. 1.5 മണിക്കൂർ ടൈമാണ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ തരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് പണ്ട് ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ റോസ് ഐലൻഡ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പേരിലാണ് ഇപ്പോൾ ഈ ഐലൻഡ് അറിയപ്പെടുന്നത്. ആൻഡമാനിൽ മാനുകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഐലൻഡാണ് ഈ റോസ് ഐലൻഡ്. അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് വിസിറ്റാണിത്. ഇനി ചിടിയാത്താപ്പൂൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പോവുക. 4:30 മണിക്ക് മുണ്ടാ പഹഡ് ബീച്ച് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ അവിടെ എത്താൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് സൺസെറ്റ് ബീച്ചിൽ വരിക. അവിടെ ഒരു സൂ ഉണ്ട്, അതിനകത്ത് കയറേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആൻഡമാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പാക്കേജസിനായി ഞങ്ങൾ പോയതാ ഈ ടീമിനെ കോൺടാക്ട് ചെയ്യുക. കിടിലം പാക്കേജസ് ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.